നമസ്കാരം. കേരളത്തിൽ അടുത്ത കാലത്തായി ലഹരിമരുന്ന് കടത്തിനും കച്ചവടത്തിനുമായി സ്ത്രീകളെ കാരിയർമാരായോ അല്ലെങ്കിൽ മറയായോ ഉപയോഗിക്കുന്ന പ്രവണത ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. പോലീസിന്റെയും എക്സൈസിന്റെയും കർശനമായ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ലഹരി മാഫിയകൾ ഇത്തരം വഴികൾ തേടുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അധ്യാപകരായ കാവ്യയും കീർത്തനയും ഇത്തരത്തിൽ പിടിക്കപ്പെടുമെന്ന് ആരും കരുതിയതല്ല. കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല. തങ്ങളുടെ ജോലിയൊക്കെ ലഹരി കച്ചവടത്തിന്റെ മറവിനു വേണ്ടി മാത്രം ചെയ്തു പോരുന്ന ഒന്നായിരുന്നു അവർക്കതെല്ലാം. അതുപോലെ തന്നെ നിരവധി സ്ത്രീകളാണ് ലഹരി കച്ചവടത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ വമ്പൻ സ്രാവുകൾ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഇടപാടിൽ ഇതൊരു ചതിയാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം പാപ്പിനിശ്ശേരിയിൽ രാസലഹരിയുമായി ഒരു യുവതി പിടിയിലായിരുന്നു. കല്യാശ്ശേരി 5-ാം പീടിക സ്വദേശിയായ ഷിൽനയാണ് എക്സൈസ് സംഘം അന്ന് അറസ്റ്റ് ചെയ്തത്. യുവതിയിൽ നിന്നും മെത്താഫിറ്റമിനാണ് പിടിച്ചെടുത്തത്. ലഹരി മരുന്നു കേസിൽ ഗോവയിൽ ജയിലിലായിരുന്ന ഷിൽന പിന്നീട് പുറത്തിറങ്ങി ഈ ഒരു ജോലി തന്നെ തുടരുകയായിരുന്നു. അതേസമയം തന്നെ മറ്റൊരു സംഭവത്തിൽ പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് പിടിയിലായ മൃദുലയെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടന്നു. കടവന്ത്രയിലെ ഹോട്ടലിൽ നിന്നാണ് ഇവർ പിടിയിലായത്. MDMA, ഹാഷിഷ് ഓയിൽ എന്നിവ ഇവരിൽ നിന്ന് പിടികൂടി. ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെ പിന്നീട് പോലീസ് വളഞ്ഞു പിടികൂടുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കേസാണ് തൃശൂർ തൃപ്രയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ യുവതി പിടിയിലായത്. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലിക്കാരിയായിരുന്ന പെരിങ്ങോട്ടുകര സ്വദേശി ശ്രീലക്ഷ്മിയെ അന്ന് തന്ത്രപരമായി പോലീസ് പിടികൂടുകയായിരുന്നു. വാടക വീട്ടിലായിരുന്നു ലഹരി കച്ചവടം. വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ യുവതി ലഹരി മരുന്ന് വിറ്റിരുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഷൊർണൂരിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 17 ഗ്രാം MDMAയുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിലായ സംഭവത്തിലും മെയിൻ ആള് ഒരു യുവതി തന്നെയായിരുന്നു. സംസ്ഥാനമൊട്ടുക്ക് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനി. അങ്ങനെ ഷാജിറയ്ക്കും അവിടെ വിലങ്ങു വീഴുകയായിരുന്നു. മുൻ മിസിസ് കേരള മത്സരാർത്ഥിയും മോഡലുമായ യുവതി മുംബൈയിൽ ലഹരി കേസിൽ അറസ്റ്റിലായപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഇവരൊക്കെ ഇതിനായി ഇറങ്ങിത്തിരിക്കുമെന്ന്. തൃശൂർ സ്വദേശിനിയായ ഹർഷ സണ്ണിയാണ് അന്ന് പിടിയിലായത്. ബാങ്കോക്കിൽ നിന്നും കോടികളുടെ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ MDMAയുമായി യുവതിയെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ആഷിക തൻവീറാണ് അന്ന് കൊച്ചിയിൽ പിടിയിലായത്. കൊച്ചിയിലെ മറ്റൊരു കേസിൽ MDMAയുമായി റിൻസി മുംതാസ് പിടിയിലായി. പലപ്പോഴായി റിൻസിയെ പിടികൂടിയതാണ്. വീണ്ടും റിൻസി ഈയൊരു കേസിൽ തന്നെ അകത്താവുകയും ചെയ്തു. അതേസമയം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ലഹരിയുമായി യുവതികൾ പിടിയിലായിരുന്നു. കടവന്ത്രയിലുള്ള ഹോട്ടലിൽ സ്ഥിരമായി റൂമെടുത്ത് സംഘം ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു ഇവർ. ദന്ത ഡോക്ടറായ ബെൻസി, ഫിസിയോതെറാപ്പിസ്റ്റായ ഫാത്തിമ എന്നിവരെയാണ് അന്ന് പോലീസ് പൊക്കിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂരിൽ വലിയ ലഹരി വേട്ടയാണ് കഴിഞ്ഞ മാസം നടത്തിയത്. 320 ഗ്രാം MDMAയുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരാണ് അന്ന് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട്ടെ റിസോർട്ടിൽ വെച്ച് ലഹരി ഉപയോഗിച്ച ശേഷം തൃശൂരിലേക്കുള്ള യാത്രാമധ്യയാണ് സംഘത്തിന് പോലീസിന്റെ പിടിവീണത്. വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരെയാണ് അന്ന് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇത്രയും പേർ മാത്രമല്ല ഈ 2016-ൽ ലഹരി കേസിൽ അറസ്റ്റിലാകുന്നത്. നിരവധി സ്ത്രീകളാണ് ഈ ഒരു ലഹരി ഉപയോഗവുമായി അല്ലെങ്കിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. സ്ത്രീകളെ ഇത്തരത്തിൽ ലഹരി കേസിൽ ഇടനിലക്കാരാക്കുന്നതിന്റെ പ്രധാന കാരണം മറ്റൊരു വശമാണ്. യാത്രാവേളകളിലോ വാടക വീടുകളിലോ സ്ത്രീകളും കുടുംബങ്ങളുമായി താമസിക്കുന്നവരെ പോലീസോ എക്സൈസോ പൊതുവെ പെട്ടെന്ന് സംശയിക്കില്ല. റോഡുകളിലെ മിന്നൽ പരിശോധനകളിലും മറ്റും എല്ലാ സമയത്തും വനിതാ പോലീസിന്റെയോ എക്സൈസ് ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യം ഉണ്ടാകാറില്ല. ഈ ഒരു അവസരം മുതലെടുത്ത് ശരീരത്തിലോ വസ്ത്രത്തിനുള്ളിലോ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു കടത്തുന്നു. ലഹരി മരുന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കാൻ ദമ്പതികൾ എന്ന വ്യാജേനയോ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടിയോ യാത്ര ചെയ്യുന്നു. കാറുകളിലും ട്രെയിനുകളിലും കുടുംബമായി യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കാൻ എളുപ്പമാകുന്നു. ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്ന പെൺകുട്ടികളെ സൗജന്യമായി ലഹരി നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് പലപ്പോഴും ഏജന്റുമാർ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നത്. വലിയ തുകകൾ കമ്മീഷനായി വാഗ്ദാനം ചെയ്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന യുവതികളെ
ലഹരിക്കടത്തിന്റെ കണ്ണികളാക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് സംസ്ഥാനത്ത് ആഞ്ഞടിക്കുകയാണ്. ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഇപ്പോൾ പല വമ്പന്മാരെയും കുടുക്കിലാക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമായിരുന്നു ഈ യുവതികളുടെ കടന്നുവരവ്. നിരവധി യുവതികളെയാണ് ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ദ ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ഈ ദൗത്യം ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അധ്യാപികമാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയും സഹപ്രവർത്തകരും ഞെട്ടലിൽ തന്നെയാണ്. എന്തായാലും ഇവരെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒരു ഓട്ടിസം സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കാവ്യയെ വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കായിക അധ്യാപികയായിരുന്ന കീർത്തനയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. എന്തായാലും യാതൊരുവിധ സംശയവും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്നത്. തങ്ങളുടെ ജോലി പോലും ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിന്റെ ഒരു മറയാക്കി ഇവർ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ പിടിയിലായി എന്ന വാർത്ത കേൾക്കുമ്പോൾ സഹപ്രവർത്തകരും കുട്ടികളും പോലും ഞെട്ടുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്കായിരുന്നു ലഹരി കച്ചവടത്തിന്റെ പണമെല്ലാം വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ അടക്കം പോലീസ് ചെക്ക് ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള തുകയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ലഹരി കേസിലെ പ്രധാന കണ്ണികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പിലാക്കുന്നത്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ പിടിയിലായിരിക്കുന്നത്.